ഹായ് ഹലോ അങ്ങനെ കാത്തിരുന്ന ഐവിൻകുട്ടൻ്റെ ആനുവൽ ഡേ എത്തിയേ. ഞങ്ങൾ അവനെ ആക്കാൻ പോവുകയാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് 2:30 നമ്മൾ കുട്ടികളെ അവിടെ എത്തിക്കണം. അതിനുശേഷം ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ ചെന്നാൽ മതി എന്നാണ്. അതുകൊണ്ട് ഐവിൻകുട്ടനെ കൊണ്ട് ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരും കേട്ടോ. ഐവിൻകുട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ധ്രുവി, അവളെയും കൂടി കൊണ്ടുപോകണേ. അങ്ങനെ 2 പേരെയും കൂടി കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇത് ഐവിൻകുട്ടൻ്റെ ഫ്രണ്ട് ധ്രുവിയുടെ വീടാണ് കേട്ടോ. അതാ ധ്രുവി ഇവിടെ റെഡിയായി നിൽക്കുവാണ്. ധ്രുവി ഐവിൻകുട്ടനും കൂടി അംഗനവാടി മുതലേ ഒരുമിച്ചാണ് കേട്ടോ പഠിക്കുന്നത്. അങ്ങനെ ഒരുമിച്ച് ചേരാൻ വേണ്ടി സ്കൂളിൽ പോയതാണ് കേട്ടോ. പക്ഷെ ഒരു അബദ്ധം പറ്റി, 2 പേരും 2 ക്ലാസ്സിലായി പോയി കേട്ടോ. ഐവിൻകുട്ടൻ LKG Aയിലും ധ്രുവി LKG Cയിലും ആണ്. എന്നാലും പോട്ടെ, അടുത്ത വർഷം ഒരുമിച്ചിരിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ 2 പേരും. ധ്രുവിയുടെ അമ്മ വന്നില്ല കേട്ടോ. കൊണ്ടാക്കാൻ പോകുമ്പോൾ എല്ലാവരും കൂടി വേണ്ടല്ലോ, നിങ്ങൾ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കൂടെയാണ് കേട്ടോ പോകുന്നത്. അത് കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുവാണേ. കൂട്ടുകാരനെ കണ്ടപ്പോൾ ഐവിൻകുട്ടന് നാണം വന്നിട്ടോ. കുറേ നേരത്തേക്ക് മിണ്ടണില്ലായിരുന്നു കേട്ടോ. ധ്രുവിയോട് ഇങ്ങനെ മിണ്ടാണ്ട് നാണിച്ച് മാറിയിരിക്കുമായിരുന്നേ. കുറേ സമയം കഴിഞ്ഞിട്ടോ ഒന്ന് അടുത്ത് വരാൻ വേണ്ടി. ഞങ്ങളങ്ങനെ തൈക്കാശ്ശേരി പാലം കയറി കേട്ടോ. ഈ പാലം കയറിയപ്പോഴേക്കും ധ്രുവിയും ഐവിൻകുട്ടനും കൂടി പറയുന്നുണ്ടായിരുന്നേ, ഇത് ഞങ്ങളെന്നും പോകുന്ന പാലാണേ, ഞങ്ങളെന്നും പോകുന്നതാണ്, ഇതിലേ കൂടി ബസ് പോകുന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞേ. ഞങ്ങൾ സ്കൂളിലെത്തി കേട്ടോ. എന്നിട്ട് 3 പേരും കൂടി നടന്ന് പോകുന്നതാണ് കേട്ടോ. പിന്നെ ധ്രുവിയായിട്ട് ഭയങ്കര കൂട്ടായി. ഇതേ കയ്യെ പിടിച്ചൊക്കെയാണ് കേട്ടോ 2 പേരും കൂടി പോകുന്നത്. സ്കൂളിൽ ചെന്ന് അവിടുത്തെ ഡെക്കറേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മൊത്തം ചെയറൊക്കെ ഇട്ട് ഫുൾ വൈറ്റ് ചെയറൊക്കെ ആയിരുന്നു കേട്ടോ. മൊത്തത്തിൽ അടിപൊളിയായിരുന്നേ. പിള്ളേരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. മിക്ക കുട്ടികളോടും 2:30 ആ ഒരു ടൈമൊക്കെയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സൊക്കെ കണ്ടുപിടിച്ച് ഇത് ധ്രുവിയുടെ മിസ്സാണ് കേട്ടോ. ധ്രുവിനെ മിസ്സിൻ്റെ ഏൽപ്പിച്ച് അത് കഴിഞ്ഞ് ഐവിൻകുട്ടൻ്റെ ക്ലാസ്സിലേക്ക് ഞങ്ങൾ പോയി കേട്ടോ. ഇത് LKG Cയിലെ കുട്ടികളുടെ ക്ലാസ് ആയിരുന്നു. അങ്ങനെ അതിനുശേഷം ഐവിൻകുട്ടൻ്റെ ക്ലാസ്സും കണ്ടുപിടിച്ചു. ഐവിൻകുട്ടനെയും ക്ലാസ്സിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോയായിരുന്നു. തിരിച്ചു പോയിട്ട് വീണ്ടും ഞങ്ങൾ വന്നതാണ്. ഇത് ഞങ്ങളൊരു 4 മണി കഴിഞ്ഞപ്പോൾ തന്നെ വന്നിട്ടോ. അല്ലെങ്കിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ബാക്കിലായിപ്പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കാത്തിരുന്ന് കൃത്യം 5 മണിയായപ്പോൾ തന്നെ എല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലനായിരുന്നു കേട്ടോ ഉദ്ഘാടനം ചെയ്തിരുന്നത്. ഗസ്റ്റ് എല്ലാവരും എത്തിയതിന് ശേഷം പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തന്നെ സ്കൂളിൻ്റെ ആനുവൽ റിപ്പോർട്ടാണ് കേട്ടോ അവതരിപ്പിച്ചത്. അത് സ്കൂളിലെ തന്നെ സ്റ്റുഡൻസ് ആണ് ചെയ്തത്. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും അവിടുത്തെ പ്രത്യേകതകളും സ്റ്റുഡൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഈ ആനുവൽ റിപ്പോർട്ടിലുണ്ടായിരുന്നേ. 2 കുട്ടികളും അത് നല്ല ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു കേട്ടോ. ഈ സ്കൂളിലെ LKG UKG അതുപോലെ പിന്നെ 10th വരെ, പിന്നെ +2, അതുപോലെ കോളേജ്, ആർട്സ് കോളേജ്, കാറ്ററിംഗ് കോളേജ്, പിന്നെ ഫാർമസി കോളേജ്, അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഗസ്റ്റിൻ്റെ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഒരുപാട് സമയം നീണ്ടു നിന്നില്ല. കുറച്ച് സമയം കൊണ്ട് തന്നെ അതെല്ലാം അവസാനിപ്പിച്ചു. കാരണം 10 മണിക്ക് തന്നെ പ്രോഗ്രാം എല്ലാം സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നീണ്ടുപോയാൽ പ്രോഗ്രാം എല്ലാം തീർക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഒത്തിരിയൊന്നും അത് നിന്നില്ല. അതിനുശേഷം പെട്ടെന്ന് തന്നെ പിള്ളേരുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടോ. ഫസ്റ്റ് മുതിർന്ന കുട്ടികളുടെ ഒരു ഡാൻസ് ആയിരുന്നു. അത് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. അതിനുശേഷമാണ് KG സെക്ഷൻ്റെ തുടങ്ങിയത്. അതെല്ലാം കുട്ടികളുടെ പെട്ടെന്ന് അവർ ചെയ്തു വിട്ടു. എല്ലാ കുട്ടികളും എത്ര പറഞ്ഞാലും മതിയാവില്ല. എല്ലാ കുട്ടികളും കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അവരെല്ലാം അത്രയും ഭംഗിയായിട്ട് തന്നെ എല്ലാം അവതരിപ്പിച്ചു കേട്ടോ. ഞങ്ങളിരിക്കുന്ന പാരൻസ് പോലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുട്ടികൾ ഇത്രയും നന്നായിട്ട് ഇത് ചെയ്തല്ലോ എന്നത്. ഞങ്ങൾക്ക് പോലും വല്ലാത്തൊരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ. അത് എനിക്ക് മാത്രമല്ല, കണ്ടിരുന്ന എല്ലാ പാരൻസും ഇത് തന്നെയാണ് പറഞ്ഞത്, ഇവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്ന്. ഇതാണ് കേട്ടോ ഐവിൻകുട്ടൻ്റെ ഡാൻസ്. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അവന് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.